ഹായ് ഫ്രണ്ട്സ്, ഞാൻ അച്ചു എനിക്ക് 2 പീസ് കേക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നെ കാറിൽ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ, അവർ ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതും കഴിച്ചിരിക്കുകയാണ്. അവരിതേ ആ ഒരു ഷോപ്പിൽ കയറി ഡ്രസ്സ് എടുക്കാൻ പോയിക്കാണ്. അർഷാദിന് എനിക്കും അച്ചു അർഷാദുണ്ട്. അപ്പം ഒരു ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചു തന്നാണ് കഴിക്കാൻ പോണേ. അടിപൊളി കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്നു. അപ്പോൾ എനിക്ക് അച്ചു മേടിച്ചുകൊണ്ട് തന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ചേ കഴിക്കുള്ളൂ, അധികം മധുരം കഴിക്കാറില്ല. അടിപൊളിയായിട്ടുണ്ട്. അച്ഛന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവന് വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ഇവർ ഡ്രസ്സ് എടുക്കാൻ പോയാലുണ്ടല്ലോ കുറേ നേരമാവും വരെ. എപ്പോഴും ഞാനാണ് കൂടെ പോവാറ്. നിൽക്ക പോയി അതിനകത്ത് പോയി. അത് ആൺകുട്ടികൾക്ക് ഉള്ള ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. അവിടെ ചെന്നിങ്ങനെ അതിനകത്ത് ചെന്ന് ബോറടിച്ചിരിക്കണം. അപ്പം അവിടെ കാറിനകത്ത് ഇരുന്നാൽ മതിയല്ലോ, പിക്കുണ്ടല്ലോ. അതുകൊണ്ട് ഇതേ അച്ചൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരിപ്പോൾ വരും. കുറച്ച് പേരും വലിയ പീസ് കേക്ക്, 2 പീസ് കേക്കാണ്. ഒരു പീസിൽ പകുതി ഞാൻ കഴിക്കും. അതെ, അർഷൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പം നാളേക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് ആഘോഷമൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത്. ഇപ്പം അവന് ഡ്രസ്സൊക്കെ എടുത്തു. ഇഷ്ടമായി വരുന്ന കേക്ക്. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു മടി സ്വത്തോ നെയ്ക്കാക്ക്. കേക്ക് വേണ്ടേ? അടിപൊളി കേക്കൊക്കെ ഇത്. ഞാൻ എപ്പോഴും ചിരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് പറയേ. അപ്പൊ അതിന് പറയാണ്. അപ്പൊ അതിന് വേണ്ടി ചിരി ചിരി അടിപൊളിയായിട്ട് ചിരിക്കൂ. ചിരിക്കൂ, നിങ്ങളെ കൊണ്ട് പറ്റുന്നോ? പക്ഷെ ചിരിക്കൂ. ഐ ചിരിക്കൂതേ. അച്ചു പുള്ളിട്ടോട് നിർത്തിയാ വയ്ക്കുക. അല്ല വേണ്ട, കാറിൽ പോവാം. അവൻ ജിമ്മിക്ക് പോയതാണ്. ജിമ്മിൽ പോയിട്ടാണ് വന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറ്റ് ഹൗസ് പോകണേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോയിട്ട് വരും. അപ്പം അവിടെ സ്ഥലത്ത് വീഡിയോ എടുത്തു അവിടെ ചായ കുടിക്കാൻ പറ്റും. അപ്പം അവിടെ പോയിട്ട് കാണാം. ഇങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വൈറ്റ് ഹൗസ് വന്നാൽ വൈറ്റ് ഹൗസ് ആർഷാദ് ജ്യൂസ് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ പേരെന്താ? കൽമാസാ. ഞാനിരിക്കാം. എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ കാറ്റും ചെയ്യും. പിന്നെ അത് തന്നെ ടേസ്റ്റ് ഉണ്ടാവും. മീനിൻ്റെ മസാല ഇടുന്നവര് കറിനുകൂടി മേടിക്കും. ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കായ്പോള, ചട്ടിപ്പത്തിരി, പിന്നെ ഇതെന്താണ് ഉന്നക്കായ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സാധനം? അത് 2 വേണം. ടേസ്റ്റ് ഉണ്ടോ? ചിക്കനാണല്ലേ മുട്ടയില്. വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ആലത്തൂരാണ് കേട്ടോ. ഇവിടെ ഞങ്ങള് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇവിടെ വരും. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല അതേ വൈകുന്നേരത്ത് രാത്രി രാത്രിയൊക്കെ അവിടുത്തെ ഭയങ്കര ഇതാണ്, നല്ല രസമാണ്. എനിക്ക് കുടിക്കാനും എനിക്ക് ഇക്കാക്ക് ചായ മേടിച്ചു. അർഷ ഷെയ്ക്കാണ്. നമുക്ക് വേണ്ട.
ഇതെന്താ പിടിയും കോഴിയും മൊത്തം എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് പോകും. ഞാൻ വേറൊരു സാധനം പറഞ്ഞില്ല. അതെ എനിക്കത് ഇതൊക്കെ കുറച്ച് കുറച്ച് കഴിക്കുന്നുണ്ടാവും. വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ മുഴുവൻ കഴിക്കുന്ന പോലെ തോന്നും. ഓരോന്നും വാങ്ങിയിട്ട് എല്ലാവരും ഷെയർ ചെയ്യും. പിടിയും കോഴി എന്ന് പറഞ്ഞാൽ കോഴിയുടെ ഇതാണ്. ഇവിടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു നായിക്കുട്ടിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇട്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആളെ. ഓയ് ഓയ് അത് ചിക്കൻ കഴിക്കുന്നുണ്ടോ കുഞ്ഞതാ പൊന്നെ ചവിട്ടുണ്ടമ്മാ ചവിട്ടാതെ. കുട്ടികൾ സ്നേഹം കാണിക്കുന്ന കൈയും കാലും വെച്ച് ഇടിച്ചിട്ടാ പറഞ്ഞാൽ മനസ്സിലാവും. നല്ല ടേസ്റ്റ് ഉണ്ട് നിൽക്ക. ഒരുപാട് ലൈക്ക് കഴിക്കണം. ടേസ്റ്റ് ഉണ്ടാകാം. ഇനി എന്താ കൊടുക്കുക? അവന് മധുരം കഴിക്കില്ല അല്ലെങ്കിൽ എന്നാ പിന്നെ ഇതും കഴിച്ചാ കഴിക്കണ്ട് എല്ലാം കഴിക്കണ്ട്. കുഞ്ഞതാ. ആ വല്ല വണ്ടി ഇടിക്കുവോ? എൻ്റെ അമ്മ എവിടെയാവോ? ഇങ്ങനെയുള്ള നായ്ക്കുട്ടികളെ കാണുമ്പോഴേ നമ്മളിത് വീട്ടിലേക്ക് എടുത്തോണ്ട് പോകാനും പറ്റില്ല. എന്താ ചെയ്യാന്നറിയില്ല. കണ്ടു കഴിഞ്ഞാൽ ടെൻഷനാണ്. കാണുമ്പോൾ ഫുഡ് കൊടുക്കും. ഇവിടെ ഇന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് കാറ്റും നല്ലൊരു ക്ലൈമറ്റ്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി ക്ലൈമറ്റ്. കഴിച്ചുകൊണ്ടിരിക്കണതിൽ തേങ്ങ, അതിന്റെ ചകിരി. എന്താ എല്ലാം കഴിക്കുന്നു. പൊങ്ങേക്ക് എടുത്തോണ്ടായാലിക്ക എന്റെ അമ്മനെ കാണാൻ അതായിരിക്കും അമ്മ. അല്ലല്ല ചെക്കനാ കാണുമ്പോ സങ്കടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകണം. ബൈ.